നമസ്കാരം. ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമ ശ്രീ KP യോഹന്നാൻ അമേരിക്കയിൽ വെച്ച് മരിച്ച വിവരം നമ്മളെല്ലാവരും അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പല ആൾക്കാർക്കും സംശയമുണ്ട്. ഒരു അപകടമായിട്ടാണ് നമ്മുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എത്തിയെങ്കിലും അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയതാണെന്ന് പലരും പ്രബലമായിട്ട് സംശയിക്കുന്നുണ്ട്. ഇങ്ങനെ സംശയിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അദ്ദേഹം അമേരിക്കയിലുള്ള അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്ത് നിന്നും പുറത്തുള്ള റോഡിലേക്ക് പ്രഭാത സവാരിക്ക് പോയപ്പോഴാണ് ഒരു കാർ വന്ന് അദ്ദേഹത്തെ ഇടിച്ചു വീഴ്ത്തിയത്. സാധാരണ മട്ടിൽ അദ്ദേഹം അമേരിക്കയിൽ അവിടെ പോകുമ്പോൾ പ്രഭാത സവാരി ആ സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് നടത്തുന്നത്. ഏതാണ്ട് 600 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്, ഡാലസിൽ. എന്നാൽ അന്നത്തെ ദിവസം അദ്ദേഹം കോമ്പൗണ്ടിൽ നടക്കാതെ പുറത്തേക്ക് പോയി. ഒരു ഗ്രാമപ്രദേശമാണ് അവിടെ. റോഡിൽ ട്രാഫിക് ഒന്നുമില്ല. പ്രത്യേകിച്ചും രാവിലത്തെ സമയമാണ്. സാമാന്യം വീതിയുള്ള റോഡാണ്. നമ്മുടെ നാട്ടിലെ പോലെയുള്ള സാധാരണ 2 കാറുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും കാൽനടക്കാർക്ക് പോകാനും ഒക്കെയുള്ള വീതിയുള്ള റോഡാണ്. അപ്പോൾ അവിടെ അദ്ദേഹം അന്ന് യാതൊരു കാരണവുമില്ലാതെ പുറത്തേക്ക് നടക്കാനായിട്ട് പോവുകയും ആ സമയത്ത് അദ്ദേഹത്തെ ഒരു വാഹനം വന്ന് ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വാഹനം അകലെ നിന്നും നല്ല വേഗത്തിൽ പാഞ്ഞു വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് കാണാൻ പറ്റും, അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാനും പറ്റും. എന്നാൽ അദ്ദേഹത്തെ ആരോ അന്നത്തെ ദിവസം മനഃപൂർവ്വം പുറത്തേക്ക് വിളിച്ചുകൊണ്ട് പോവുകയും ആ വ്യക്തിയോട് അദ്ദേഹം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ ആ വ്യക്തി തന്നെ വന്ന കാർ അവിടെ എങ്ങാനും നിർത്തിയിട്ടുണ്ടായിരിക്കുകയും അയാൾ തന്ത്രപൂർവ്വം കാറിൻ്റെ മുമ്പിൽ നിന്ന് മാറിയ സമയത്ത് കാറിലുണ്ടായിരുന്ന ഡ്രൈവർ അത് സ്റ്റാർട്ട് ചെയ്ത് പെട്ടെന്ന് മുമ്പോട്ടെടുത്ത് ശ്രീ യോഹന്നാനെ ഇടിച്ചു വീഴ്ത്തിയതാകാനും ഉള്ള സാധ്യതയാണ് കൂടുതലായിട്ടും കാണുന്നത്. എന്ത് തന്നെയായാലും ശരി, ഇത് നമ്മുടെ ഊഹവും അനുമാനവുമാണ്. കാരണം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ച് നോക്കുമ്പോൾ ഒരു വാഹനം വന്ന് അലക്ഷ്യമായിട്ട് അദ്ദേഹത്തെ ഇടിച്ചിടാനുള്ള സാധ്യത വളരെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെയൊരു അനുമാനം. എന്ത് തന്നെയായാലും ശരി, ആ വാഹനത്തിൻ്റെ ഡ്രൈവറെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് വാർത്ത. അവരദ്ദേഹത്തെ ചോദ്യം ചെയ്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുമോ എന്ന് നമുക്ക് നോക്കാം. വരുന്നെങ്കിൽ നമുക്കറിയാം. ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ KP യോഹന്നാൻ മരിച്ചത് അപകടം മൂലമോ കൊലപാതകം മൂലമോ എന്ന കാര്യമല്ല, മറിച്ച് അദ്ദേഹം എങ്ങനെയാണ് ഇത്രയും വലിയ ധനികനായിട്ട് മാറിയത് എന്നതിൻ്റെ മറ്റൊരു അനുമാനമാണ്. ശ്രീ KP യോഹന്നാൻ ഒരു ധനികനായ വ്യക്തിയായിട്ട് മാറിയത് സുവിശേഷ വേല ചെയ്താണെന്നാണ് നമ്മളെല്ലാവരും കരുതുന്നത്. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്ത് ഒരു വേലയാണ്. ശ്രീ KP യോഹന്നാൻ ഒരു സുവിശേഷ പ്രവർത്തകനാണെന്ന് ആൾക്കാർ കരുതുന്നത് അദ്ദേഹം നല്ലൊരു പ്രാസംഗികൻ ആയതുകൊണ്ടാണ്. സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസംഗിക്കുക എന്നല്ല അർത്ഥം എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. യഥാർത്ഥത്തിൽ ഒരു സുവിശേഷ പ്രവർത്തകനെ നമ്മൾ തിരിച്ചറിയേണ്ടത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വാക്കുകളിലൂടെയാണ്. ക്രിസ്തു തന്നെ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു വ്യക്തി എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കണം. ഒരു വ്യക്തി തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ധാരാളം ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടങ്ങളൊക്കെ ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുക. ഈ ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ക്രിസ്തു എന്നോ ജീവിച്ചു, മരിച്ചു. പക്ഷേ ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ കാണുന്നില്ല, ക്രിസ്തു നമ്മുടെ ഒപ്പമില്ല, നമ്മളങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി നമ്മൾ തന്നെത്താൻ ത്യജിക്കുക എന്ന് പറയുമ്പോൾ അത് ശരിയായിട്ട് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പല ആൾക്കാർക്കും പ്രയാസമാണ്. അപ്പോൾ ഈ ക്രിസ്തു എന്ന് പറയുന്ന വാക്ക് എന്താണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് വളരെ ലളിതമായിട്ട് മനസ്സിലാകും. ക്രിസ്തു തന്നെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില സാക്ഷ്യപത്രങ്ങളുണ്ട്. ഞാൻ ഈ ലോകത്തിൻ്റെ വെളിച്ചമാകും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും, ഞാൻ സത്യത്തിന് സാക്ഷി നിൽക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെ ക്രിസ്തു തൻ്റെ പേര് സൂചിപ്പിക്കുന്ന അർത്ഥങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ഒന്നാണ് ഞാൻ സത്യമാകുന്നു എന്നുള്ളത്. സത്യം, നീതി, ധർമ്മം, സ്നേഹം മുതലായ പര്യായങ്ങളാണ് ക്രിസ്തു തൻ്റെ പേരിന് കൊടുത്തിട്ടുള്ളത്. അതിലേറ്റവും പരമപ്രധാനമായതാണ് സത്യം. അപ്പോൾ നമ്മൾ ക്രിസ്തു എന്ന വാക്ക് കേൾക്കുമ്പോഴൊക്കെ അവിടെയെല്ലാം നമ്മൾ ക്രിസ്തു എന്ന വാക്കെടുത്ത് മാറ്റി വെച്ചിട്ട് സത്യം എന്നങ്ങോട്ട് പ്രതിഷ്ഠിക്കുക. അപ്പോൾ ഈ സത്യത്തിന് വേണ്ടി നിലപാടെടുക്കുക, സത്യത്തിന് വേണ്ടി ജീവിക്കുക, സത്യത്തിൽ തന്നെ നിലനിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് മനസ്സിലാകും. അപ്പോൾ ഒരു വ്യക്തി സത്യത്തിന് വേണ്ടി
സത്യം നിലനിന്ന് കാണാൻ വേണ്ടി, കള്ളം ജയിക്കാതിരിക്കാൻ വേണ്ടി തന്നെത്താൻ ത്യജിക്കണം എന്ന് പറയുമ്പോൾ അയാൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ വേണ്ടി സ്വന്തം ഇഷ്ടങ്ങൾ പോലും മാറ്റിവെക്കണം എന്നുള്ളതാണ്. അതായത് അയാൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ കാണും. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഒരു ക്രൈം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ദീർഘകാലമായിട്ടുള്ള മോഹമാണ് ഒരു മെർസിഡീസ് ബെൻസ് മേടിക്കണം, പക്ഷേ കയ്യിൽ കാശില്ല. അപ്പോൾ ഒരു വ്യക്തി പറയുകയാണ്, നീ ഇന്ന വ്യക്തിയെ ഒന്ന് ചതിച്ചാൽ നിനക്ക് ഇഷ്ടമുള്ള മെർസിഡീസ് ബ്രാൻഡ് ഞാൻ വാങ്ങിത്തരാം എന്നൊരു ഓഫർ വരികയാണ്. ചതിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കും. ഇയാളൊരു പക്ഷേ ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ജോലിയിലിരിക്കുന്ന ആളാണ്. അയാൾക്ക് ഈസിയായിട്ട് സാധിക്കും. അപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്, ഇവനെ ഒന്ന് ചതിച്ചെന്ന് കരുതി എനിക്ക് സംഭവിക്കാൻ പോകുന്നില്ല, ഈ കിട്ടാൻ പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. അങ്ങനെ അവൻ ആ വ്യക്തിയെ ചതിച്ചു കഴിഞ്ഞാൽ അവൻ സത്യത്തിന് വേണ്ടി നിലപാടെടുത്തില്ല, അവൻ സത്യത്തിൽ നിന്നും വ്യതിചലിച്ചു പോയി. അപ്പോൾ ഇതാണ് ക്രിസ്തു പറയുന്നത്. നിങ്ങൾ സത്യസന്ധരായിട്ട് ജീവിക്കേണ്ടി വരുന്ന സമയത്ത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾ പോലും നിങ്ങൾ ത്യജിക്കേണ്ടി വരും. രണ്ട്, ക്രിസ്തു പറയുന്നത്, എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്ന വ്യക്തി തന്നെത്താൻ ത്യജിക്കുക മാത്രമല്ല, അവൻ തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കണമെന്ന് പറയാനുണ്ട്. ക്രൂശ് എന്ന് പറയുമ്പോൾ നമ്മൾ കുരിശ് എന്ന അർത്ഥത്തിലാണ് എടുക്കുന്നത്. കുരിശ് എന്ന വാക്കുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് സഹനം എന്നാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലപാടെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി നിലകൊള്ളുമ്പോൾ, നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ ത്യജിക്കാനും അതുപോലെ തന്നെ എന്തും സഹിക്കാനും മനസ്സുള്ളവരായിരിക്കണം. ഈ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഒരു ക്രിസ്തുവിൻ്റെ അനുയായിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് സുവിശേഷ പ്രവർത്തനം നടത്താൻ പറ്റുകയുള്ളൂ. വെറുതെ പോയിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നത് സുവിശേഷ പ്രവർത്തനമല്ല. അതും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്ര എൻ്റെ സ്നേഹിതൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ ആർക്കും പറ്റും. പക്ഷെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു തന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ വളരെ ചുരുക്കം ആൾക്കാർക്ക് പറ്റും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ശ്രീ കെ പി യോഹന്നാൻ കർത്താവിനെക്കുറിച്ച് പ്രാഗൽഭ്യത്തോടെ പറഞ്ഞു എന്നതിനപ്പുറം അദ്ദേഹം ക്രിസ്തുവിനെ ജീവിതത്തിൽ പകർത്തിയ ഒരാളാണ്. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ല എങ്കിൽ സത്യമായത് നിങ്ങളെ ആര് ഭരമേൽപ്പിക്കും. മാമോൻ എന്ന വാക്കുകൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത് പണത്തെക്കുറിച്ചാണ്. പണത്തിന് അതിൽ തന്നെ അനീതി ഉണ്ടെന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ അനീതിയുള്ള ധനത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ വിശ്വസ്തരല്ല, കള്ളന്മാരാണ് എങ്കിൽ സത്യമായത്, അതായത് സുവിശേഷം, സത്യം, നീതി, ധർമ്മം എന്നീ കാര്യങ്ങൾ നിങ്ങളെ ആര് എങ്ങനെ ഭരമേൽപ്പിക്കും. ശ്രീ കെ പി യോഹന്നാനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു ദരിദ്രനായിട്ടുള്ള മനുഷ്യനായിട്ടാണ് ജനിച്ചത്, വളർന്നത്. എന്നാൽ അദ്ദേഹം സുവിശേഷ വേല ആരംഭിച്ച ശേഷം ശതകോടീശ്വരനല്ല, സഹസ്രകോടീശ്വരനായിട്ടാണ് മാറിയത്. അദ്ദേഹം കോടീശ്വരനായിട്ട് മാറിയത് അദ്ദേഹം എന്തെങ്കിലും അധ്വാനം ചെയ്തോ, ജോലി ചെയ്തോ, കൃഷി ചെയ്തോ, ബിസിനസ് ചെയ്തോ ഒന്നുമല്ല. മറിച്ച് അവിടെയാണ് വളരെ വലിയ നിഗൂഢതകൾ കിടക്കുന്നത്. പല ആൾക്കാരും പറയും, നമ്മുടെ രാജ്യത്ത് ക്രിസ്തുമതം വളർത്താൻ വേണ്ടി വിദേശികൾ അദ്ദേഹത്തിന് ഫണ്ട് ചെയ്തതാണ്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ വിഡ്ഢികളുടെ ലോകത്താണ് ജീവിക്കുന്നത്. ക്രിസ്തുമതം വളർത്താൻ ആർക്കും ഈ ലോകത്ത് ആഗ്രഹമില്ല. നിങ്ങൾ പറയുന്ന ഈ പാശ്ചാത്യർ, അതായത് അമേരിക്ക, യൂറോപ്പ് മുതലായിടങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ, അവിടെ പോലും ക്രിസ്തുമതം തകർന്നുകൊണ്ടിരുന്നിട്ട് അതിനുവേണ്ടി യാതൊന്നും ചെയ്യാത്തവരാണ്. പാശ്ചാത്യ നാടുകളിൽ ഇപ്പോൾ ക്രിസ്തുമത വിശ്വാസികൾ പേരിന് മാത്രമേ ഉള്ളൂ. പേരിൽ അവരെല്ലാവരും ക്രിസ്ത്യാനികളാണ്, പക്ഷേ അവരിൽ ഭൂരിപക്ഷം ആൾക്കാരും നിരീശ്വരവാദികളാണ്. ചുരുക്കം യഥാർത്ഥ വിശ്വാസികൾ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അവരുടെ സ്വന്തം നാട്ടിൽ ക്രിസ്തുമതം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്ന വസ്തുത അറിഞ്ഞിട്ടും അവർക്കതിൽ യാതൊരു വിഷമവുമില്ല, അവരതിനു വേണ്ടി യാതൊന്നും ചെയ്യുന്നില്ല. അപ്പോഴാണോ അവർ ഇന്ത്യയിലെ ഏതെങ്കിലും കുഗ്രാമത്തിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അവരെ ക്രിസ്ത്യാനികളാക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെ ആക്കിയിട്ട് അവർക്ക് എന്ത് കിട്ടാനാണ്? ആലോചിച്ച് നോക്കണം. കാരണം പാശ്ചാത്യരെ സംബന്ധിച്ച് അവർ 10 രൂപ മുടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് 100 രൂപ വെച്ച് കിട്ടണം. അപ്പോൾ ഈ പാവം പിടിച്ച ആൾക്കാരെ ക്രിസ്ത്യാനികളാക്കി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഗുണം കിട്ടാനാണ്? യാതൊന്നും കിട്ടാനില്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ഈ ക്രിസ്തുമതത്തിൽ നിന്നും മാറിപ്പോയിട്ട് സ്വന്തമായിട്ട് പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി ജീവിക്കുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ എന്ന് കഴിഞ്ഞാൽ അവരിൽ നിന്നും പണം പിരിച്ച് അവർക്ക് ജീവിക്കാം. അത് അവരുടെ ജീവിതത്തിന് വേണ്ടി അവർ ചെയ്യുന്നതാണ്. അതല്ലാതെ ഒരു സംഘടിതമായ രീതിയിൽ ക്രിസ്ത്യാനികളെ കൂടുതലായിട്ട് ഉണ്ടാക്കണമെന്ന് ഈ ലോകത്ത് ആരും ചിന്തിക്കുന്നില്ല. അവരേറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് നിരീശ്വരവാദമാണ്. കാരണം ആൾക്കാർ ധാർമ്മികതയില്ലാത്തവരായിട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് അവർ. അതുകൊണ്ട് ഒരിക്കലും അവർ മതത്തെ പ്രൊമോട്ട് ചെയ്യില്ല. തന്നെയുമല്ല, അങ്ങനെയാണ് എന്ന് നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ചാൽ പോലും ഇത്രയേറെ പണം അതിനുവേണ്ടി ആരെങ്കിലും ചെലവഴിക്കുമോ? ശ്രീ കെ പി യോഹന്നാൻ്റെ വരുമാനത്തെക്കുറിച്ച് ഞാൻ വായിച്ചപ്പോൾ ഒരിടത്ത് വായിച്ചത്, അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 5 കൊല്ലം കൊണ്ട് 6000 കോടി രൂപ വിദേശത്ത് നിന്നും വരുമാനം കിട്ടിയെന്ന് പറഞ്ഞു. 5 കൊല്ലം കൊണ്ട് 6000 കോടി.
എന്നാലോചിച്ച് നോക്കും. കേരളത്തിൽ അദ്ദേഹത്തിന് ഏതാണ്ട് 20,000 ഏക്കർ സ്ഥലമുണ്ട് എന്നാണ് പറയുന്നത്. 20,000 ഏക്കർ, അതും നല്ല മർമ്മപ്രധാനമായ സ്ഥലങ്ങളിലാണ് അദ്ദേഹം വാങ്ങിക്കൂട്ടിയിരിക്കുന്നത്. അതുകൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള നിരവധി സ്ഥാപനങ്ങൾ, ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും ഒക്കെ ഉൾപ്പെടെ അമേരിക്കയിൽ വരെ അദ്ദേഹത്തിന് സ്ഥാപനങ്ങളും സ്ഥലവുമുണ്ട്. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി സുവിശേഷം പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഇത്ര വലിയ ധനികനായിട്ട് മാറാൻ പറ്റും? ഒരിക്കലും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പിന്നെ എങ്ങനെ സംഭവിച്ചു? ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു സാധ്യത. ഈ ലോകം നിയന്ത്രിക്കുന്ന ശക്തികളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അവരുടെ സാന്നിധ്യം ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണ്. അവരുടെ പക്കൽ അളവില്ലാത്തത്ര പണമുണ്ട്. കാരണം പണം തങ്ങളുടെ പക്കലേക്ക് ഒഴുകിയെത്താൻ വേണ്ട സകല കാര്യങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകത്തിനെ നിയന്ത്രിക്കുന്ന സകല ബിസിനസ്സുകളും അവരുടെ കൈകളിലാണുള്ളത്. അവർക്ക് എപ്പോൾ പണം വേണോ അപ്പോൾ പണം ഉണ്ടാക്കാനുള്ള വഴി അവർക്കറിയാം. ഒരു ഉദാഹരണമാണ് ഈ കൊറോണ എന്ന് പറയുന്ന ഒരു തട്ടിപ്പ് മഹാമാരി കൊണ്ടുവന്നിട്ട് ആൾക്കാരെ എല്ലാം പേടിപ്പിച്ച് നിമിഷ നേരം കൊണ്ട് എത്ര കോടി രൂപയുടെ മരുന്നുകളും വാക്സിനുകളും മറ്റ് സാധനങ്ങളുമാണ് അവർ വിറ്റത്. എല്ലാം അന്താരാഷ്ട്ര കമ്പനികളാണ്. ഒരു ചെറിയ പനിയെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ഇവിടുത്തെ സർക്കാരുകളെ സ്വാധീനിച്ച് മാർക്കറ്റ് ചെയ്തിട്ട് അവരുണ്ടാക്കിയ പണത്തിൻ്റെ അളവ് കേട്ടാൽ നമ്മൾ കണ്ണ് തള്ളി ചത്തുപോകും. അത്രയേറെ പണം ഉണ്ടാക്കി. അതുകൂടാതെ ഈ ലോകത്തിലെ വിവിധയിടങ്ങളിൽ മൈനിങ്, പെട്രോളിയം, അതുപോലെ തന്നെ സ്വർണം, മറ്റ് നിരവധി ബിസിനസ്സുകൾ അവർക്കുണ്ട്. ഈ ബിസിനസ്സുകളിലൂടെ എല്ലാം അവരുടെ പക്കലേക്ക് ഒഴുകിയെത്തുന്ന ധനങ്ങൾക്ക് ഒരളവുമില്ല. അപ്പോൾ ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ബിസിനസ്സുകളും കൈകാര്യം ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം പണം എന്ന് പറയുന്നത് ഒരു വിഷയമേ അല്ല. അവരാണ് യഥാർത്ഥത്തിൽ പണം. അങ്ങനെ കുമിഞ്ഞുകൂടുന്ന പണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും അവരുടെ വരുതിയിലും അവരുടെ നിയന്ത്രണത്തിലുമായിട്ട് മാറണമെന്നുള്ളതാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു പകുതിയിലേറെ ശതമാനം അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അവരുടെ നിയന്ത്രണം സാധ്യമാക്കാൻ വേണ്ടി ഇവർ ഓരോ ഇടങ്ങളിലും ഇവരുടെ ബ്രാഞ്ച് ഓഫീസുകൾ തുറക്കും. എന്നാൽ ഇവർക്ക് നമ്മൾ തിരിച്ചറിയുന്ന തരത്തിൽ ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പ്രത്യേക പേരോ പദവിയോ സ്ഥാപനമോ ഒന്നുമില്ല. ചിതറിക്കിടക്കുന്ന ആൾക്കാരാണ്. പക്ഷേ അവർ രഹസ്യമായിട്ട് ഒറ്റക്കെട്ടാണ്. ഇവർ തങ്ങളുടെ ബ്രാഞ്ചുകൾ ഓരോ ഇടത്തും തുടങ്ങുന്നത് ഇതുപോലെയുള്ള ആൾക്കാരിലൂടെയാണ്. അതായത് ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ചില ആൾക്കാരെ അവർ കണ്ടെത്തി അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ നൽകും. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ടത്, നിങ്ങളെ ഞങ്ങൾ അവിടുത്തെ ഏറ്റവും വലിയ സമ്പന്നനാക്കി മാറ്റും. പക്ഷേ ഞങ്ങളുടെ ഇന്ന താല്പര്യങ്ങൾ നിങ്ങൾ സംരക്ഷിക്കണം. അങ്ങനെ അവർക്ക് വാക്ക് കൊടുത്തുകൊണ്ട് അവർ വാഗ്ദാനം ചെയ്യുന്ന പണത്തിലും അധികാരത്തിലും കണ്ണു മഞ്ഞളിച്ച് ഇറങ്ങിപ്പോകുന്ന ആൾക്കാരുണ്ട്. അവരാണ് നമ്മൾ നോക്കുമ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വളർന്നു പന്തലിച്ച് വലിയ നിലയിലേക്ക് പോകുന്നത്. അങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ കാണാൻ സാധിക്കും. കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്ത് പലയിടത്തും കാണാൻ സാധിക്കും. ഇത് ആത്മീയ ആചാര്യന്മാരുടെ മാത്രം കാര്യമല്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ആൾദൈവങ്ങളുടെ മാത്രം കാര്യമല്ല. ചില ബിസിനസ് സ്ഥാപനങ്ങളും ഈ കൂട്ടത്തിൽപ്പെടും. നമ്മൾ ഇന്നലെ വരെ കേൾക്കാത്ത ഒരു പ്രത്യേക ബിസിനസ് സ്ഥാപനം ഇന്ന് നിലവിൽ വരുന്നു. പെട്ടെന്ന് അതിന് ബ്രാഞ്ചുകൾ ഉണ്ടാവും. കേരളത്തിലുടനീളം ബ്രാഞ്ച് ഉണ്ടാവും. ദുബൈയിലും അമേരിക്കയിലും ബഹ്റൈനിലും ഒക്കെ ബ്രാഞ്ച് ഉണ്ടാകുന്നു. എവിടെ നിന്ന് ഇവർക്ക് ഇത്ര പണം കിട്ടി എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടും. ഒരു സാധാരണ മട്ടിൽ ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങിയിട്ട് അത് ഗ്രാജുവലായിട്ട് വളർന്ന് വലുതാണെങ്കിൽ വർഷങ്ങളെടുക്കും. എന്നാൽ ഇന്ന് നമ്മൾ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരു സുപ്രഭാതത്തിൽ ന്യൂസ് പേപ്പറിൽ ഒരു പരസ്യം വായിക്കുന്ന ഒരു പുതിയ ജുവലറി ഇന്നടത്ത് തുടങ്ങുന്നു. 10 ദിവസം കഴിയുമ്പോൾ നമ്മൾ അറിയുന്നു ആ ജുവലറിയുടെ ബ്രാഞ്ച് ഇന്ന സ്ഥലത്ത് തുടങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് അമേരിക്കയിൽ തുടങ്ങുന്നു, പിന്നെ ദുബായിൽ തുടങ്ങുന്നു. പണം ഇഷ്ടം പോലെ ഒഴുകിക്കൊടുത്ത് ഏതോ ഒരു വ്യക്തിയെ മുൻനിർത്തിക്കൊണ്ട് ഇത് തുടങ്ങുകയാണ്. ഇങ്ങനെ തുടങ്ങുന്ന സ്ഥാപനത്തിലൂടെ അവർക്ക് പല കാര്യങ്ങളും സാധിക്കാനുണ്ട്. കച്ചവടം മാത്രമല്ല, അതിനപ്പുറത്ത് പല കാര്യങ്ങളും അവർക്ക് സാധിക്കുന്നുണ്ട്. ആ രാജ്യത്ത് അവരുടെ ബ്രാഞ്ചായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും അത്. അപ്പോൾ ഇങ്ങനെ ഈ ലോകം നിയന്ത്രിക്കുന്ന ആൾക്കാർ പലയിടങ്ങളിലും അവർക്ക് സഹകരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ചില ആൾക്കാരെ കണ്ടെത്തി അവരെ അവിടുത്തെ ഒരു പ്രമുഖ വ്യക്തിയാക്കി മാറ്റും. ഈ പ്രമുഖ വ്യക്തിക്ക് അവിടുത്തെ സർക്കാർ സംവിധാനങ്ങളിൽ വരെ നല്ല സ്വാധീനം കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ രീതിയിലൂടെ ധനികരായിട്ട് മാറുന്ന നിരവധി ആൾക്കാരുണ്ട്. പക്ഷേ ഇങ്ങനെ ധനികരായിട്ട് മാറുന്നവർക്ക് വളരെ വലിയൊരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവരെക്കാലവും ഇവർക്ക് പണം നൽകുന്ന ആൾക്കാരുടെ താല്പര്യങ്ങൾ അതേപടി സംരക്ഷിച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അവർക്ക് ജീവനോടെ ഇരിക്കാൻ പറ്റുള്ളൂ. അവർ കാലാകാലങ്ങളിൽ നിലപാടുകളിൽ മാറ്റം വരുത്തിയിട്ട് നിങ്ങൾ ഇന്ന കാര്യങ്ങൾ കൂടി ചെയ്യണം എന്ന് പറഞ്ഞാലും ശരി, ഇവർക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഏതെങ്കിലും സമയത്ത് ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർ പിന്മാറിയാൽ
പിന്നെ സംഭവിക്കുന്നത് അവരുടെ അന്ത്യമായിരിക്കും. ഏത് സമയത്തും അവർ കൊല്ലപ്പെടും. ഒന്നുകിൽ അവർ ആത്മഹത്യ ചെയ്യും, അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും രോഗം വന്ന് മരിക്കും, അതല്ലെങ്കിൽ അവരേതെങ്കിലും ഒരു അപകടത്തിൽ കൊല്ലപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാധ്യത ഈ ലോകത്തുണ്ട് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ശ്രീ കെ പി യോഹന്നാനെ സംബന്ധിച്ച് അദ്ദേഹം സുവിശേഷ പ്രവർത്തനം നടത്തുന്ന ഒരാളാണെന്നുള്ള ധാരണ കേരളത്തിലെ ആൾക്കാർക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അദ്ദേഹം കർത്താവിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. പ്രസംഗിക്കുന്നത് കൊണ്ട് ആരും കർത്താവിൻ്റെ ആളായിട്ട് മാറില്ല, പ്രവൃത്തിയിലൂടെ മാത്രമേ മാറിയുള്ളൂ. കർത്താവ് യേശുക്രിസ്തുവിനെ ആത്മാർത്ഥമായിട്ട് പിന്തുടരുന്ന ഒരു വ്യക്തിയും സമ്പത്തിൻ്റെ പിന്നാലെ പോവില്ല. സമ്പത്തിൻ്റെ പിന്നാലെ പോവില്ലെന്ന് മാത്രമല്ല, അനധികൃതമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ സമ്പത്തുണ്ടാക്കാൻ വേണ്ടി അവർ അധ്വാനിക്കുകയുമില്ല. അവരെ സംബന്ധിച്ച് ജീവിക്കാൻ വേണ്ടി മാത്രമാണ് പണം ആവശ്യമായിട്ടുള്ളത്. അവരുടെ പ്രവൃത്തി കൊണ്ട് കൂടുതൽ പണം കിട്ടിയാലും ശരി, അവർ ആ പണത്തിൽ അഹങ്കരിക്കുകയോ ആ പണം ഉപയോഗിച്ച് അവരേതെങ്കിലും ശരിയല്ലാത്ത കാര്യം ചെയ്യുകയോ ചെയ്യില്ല. അവരുടെ ജീവിതം മൊത്തത്തിൽ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു യഥാർത്ഥ അനുയായിയെ തിരിച്ചറിയേണ്ടത് അവർ പുറപ്പെടുവിക്കുന്ന ഫലങ്ങളിൽ നിന്നാണ്. അതുപോലെ തന്നെ ക്രിസ്തു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് ബാധകമായിട്ട് വരുന്നുണ്ടോ, അവർ അതിൻ്റെ പരിധിക്കുള്ളിൽ വരുന്നുണ്ടോ, അതനുസരിച്ചാണോ അവർ ജീവിക്കുന്നത് എന്ന് നോക്കി വേണം നമ്മളവരെ വിലയിരുത്തേണ്ടത്. അല്ലാതെ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളാണ്, ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അയാളെ ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് കാണരുത്. അയാളെ നിങ്ങൾ അങ്ങനെ കാണുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പരിശോധനകൾക്ക് ശേഷം മാത്രമായിരിക്കണം. കെ പി യോഹന്നാൻ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി നേരുന്നു. താങ്ക് യു.